പാലക്കാട് മലമ്പുഴയിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞുങ്ങൾക്കരികിൽ പുലി. എലിവാൽ സ്വദേശി വി ലതയുടെ വീട്ടിലാണ് പുലി എത്തിയത്. ഇവരുടെ 3 കുട്ടികൾക്കടുത്തു നിന്നും വളർത്തുനായിയെയും പുലി കടിച്ചുകൊണ്ടുപോയി. മക്കളെ ചേർത്തുപിടിച്ച് പരമാവധി ഉച്ചത്തിൽ ലത നിലവിളിച്ചതോടെയാണ് പുലി അടുക്കളവാതിൽ കടന്നു പുറത്തേക്ക് പോയത്. മലമ്പുഴ എലിവാൽ സ്വദേശി ലതയും ഭർത്താവ് കൃഷ്ണനും തന്റെ വീടിനുള്ളിൽ വരെ പുലി എത്തിയതിന്റെ ഞെട്ടലിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ല. സംഭവിച്ചത് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ സാധാരണ ഇതുപോലത്തെ 2 നായിനെ ഉണ്ട്. അപ്പം അതിനെ ഒന്നിനെ കഴിഞ്ഞ ഒരാഴ്ചയായി കൊണ്ടുപോയിട്ട്. അപ്പം അതിനെ കൊണ്ടുപോയപ്പോൾ ഇതിനെ ഉള്ളിലല്ല കെട്ടുന്നത് പേടിച്ചിട്ട്. അപ്പോൾ അവിടെ കെട്ടി കെട്ടി രാത്രി 10-12 മണി വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ചൂടെടുത്തിട്ട് പുറത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അണിച്ച് ഉള്ളിൽ പോയി കിടന്നപ്പോൾ നായ്ക്കുട്ടിനെ അവിടെ കൊണ്ട് കെട്ടിയിട്ട് കിടന്ന് ഇത്തിരി ഉറങ്ങിപ്പോയി. അപ്പം നായിൻ്റെ ചങ്ങലിൻ്റെ ചെത്തം കെട്ടി ഞാൻ നെരി വന്നാൽ വന്നിട്ട് എണിച്ചപ്പോഴേക്ക് നായിനെ പിടിച്ച് വലിച്ചു. ഞാനക്കാട്ടിൻ്റെ മേലിൽ നിന്ന് ഇതിനെ പാടി ഇപ്പുറത്ത് കടന്ന് താഴെ വീണ് എണിക്കുമ്പോഴേക്കും നായിനെ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ എനിക്ക് പുറത്ത് ഞാനിവിടെ ഇവിടെ നോക്കുമ്പോൾ കിടി എടുത്ത് കൂടി. അങ്ങനെ അപ്പുറത്തേക്ക് കൂടെ വന്ന് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയത്. അപ്പോൾ കട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ 2 പേരുണ്ടായിരുന്നു. അന്ന് പേരക്കുട്ടി അന്ന് ഞങ്ങളുടെ കൂടെ കിടക്കണതാണ്. അന്ന് അവനെ വേറെ കടന്നു പോയി. കട്ടിന് താഴത്താണ് നായ കിടക്കണത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവരുടെ വീടിനുള്ളിൽ പുലി എത്തിയത്. 3 മക്കൾ കിടന്നുറങ്ങുമ്പോൾ അവരുടെ തൊട്ടരികിൽ പുലി എത്തുകയായിരുന്നു. പുലിയുടെ വായിൽ കുടുംബത്തിന്റെ പൊന്നോമനയായ റോക്കി എന്ന നായിയും ഉണ്ടായിരുന്നു. ലത മക്കളെ ചേർത്തുപിടിച്ച് പരമാവധി ഉച്ചത്തിൽ നിലവിളിച്ചതുകൊണ്ട് മാത്രമാണ് പുലി അടുക്കളവാതിൽ കടന്ന് പുറത്തേക്ക് പോയത്. ലതയുടെ നിലവിളി കേട്ടുണർന്ന കൃഷ്ണൻ കണ്ടത് നായിയുമായി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുന്ന പുലിയെയാണ്. സ്വപ്നമാണെന്നാണ് ആദ്യം കരുതിയത്. ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ 2 മാസം മുന്നേ അവിടുത്തെ തൊട്ട് മുകളിൽ അവരൊക്കെ കൊണ്ടുപോയതാണ്. പുലി തന്നെയാണ്. കണ്ടിട്ടുണ്ടോ അവിടെ ആരെങ്കിലും? കണ്ടിട്ടുണ്ട്. ഫോറസ്റ്റുകാർ വന്ന് എന്താ പറഞ്ഞത്? ഫോറസ്റ്റുകാർ വന്ന് ഇന്നലെ അവരെന്തെങ്കിലും പരിഹാരം കാണാൻ എന്നുകൊണ്ടാണ് പോയിരിക്കുന്നത്. കൂട് വെക്കേണ്ട കാര്യം നീ പറഞ്ഞു? ഇല്ല, കൂട് വെക്കേണ്ട കാര്യം പറഞ്ഞില്ല. കൃഷ്ണന്റെ വീടിന് 300 മീറ്റർ അകലെയാണ് എലിവാൽ വനംവകുപ്പ് ഓഫീസ്. പക്ഷേ ഉദ്യോഗസ്ഥരാരും ഇവിടെ എത്തിയില്ല. സംഭവം അറിഞ്ഞില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പ്രദേശത്ത് പുലിശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. വനംവകുപ്പ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ മനുഷ്യജീവൻ തന്നെ പൊലിയും എന്നും നാട്ടുകാർ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.